ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അളിയൻസ് ആൻഡ് നത്തോൺസ്. അപ്പോൾ ഇന്ന് തുമ്പിക്കുട്ടിയുടെ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. ഇത് ഏട്ടന് ലീവുള്ള ദിവസത്തെ ഒരു ഈവനിങ് റുട്ടീനാണ്. അപ്പോൾ അവളെ ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞ്, ഉച്ചയുറക്കം എന്ന് പറയാൻ പറ്റില്ല, ഒരു 3 മണിയാകുമ്പോഴൊക്കെയാണ് കേട്ടോ ഉറങ്ങാം. അത് കഴിഞ്ഞ് 4 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ അവൾക്ക് ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തു, അതൊന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയി. 4 മണിക്ക് ഒരു 4-4:30 ആകുമ്പോഴാണ് അവൾ നീക്കുക. അത് കഴിഞ്ഞ് അവൾക്ക് ഫ്രൂട്ട്സോ പാൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ താഴത്ത് പാർക്കുണ്ട്, അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകും കേട്ടോ. ഏട്ടന് ലീവുള്ള ദിവസമാണെങ്കിൽ ഏട്ടൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. കാര്യമായിട്ട് അവൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അവിടെ അല്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ, ചെറിയ 2-3 സാധനങ്ങളുണ്ട്. അപ്പോൾ ഊഞ്ഞാല്, അപ്പോൾ അതിലൊക്കെ നമ്മുടെ മടിയിൽ ഇരുത്തിയിട്ട് അവളെ ആട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അവൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം, അത് കാരണം കേട്ടോ പോണേ. അപ്പം അവള് കാണിച്ചു തരിക എങ്ങോട്ടാ പോകണ്ടേന്ന്. ഇനിയിപ്പോൾ നമ്മൾ വേറെ എങ്ങടെയെങ്കിലും പോയാലോ എന്ന് എഴുതിട്ട് അവൾക്ക് ആവശ്യമുള്ള സ്ഥലം അവൾ കാണിച്ചു തരട്ടെ. അപ്പൊ അവള് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൾക്ക് എന്താ ചെയ്യണ്ടേ, എങ്ങോട്ടാ പോവേണ്ടേ, അങ്ങനെ കുറെ കാര്യങ്ങൾ അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ആ ചെറിയൊരു സ്പേസ് ആണ് പാർക്ക് എന്ന് പറയണത്. എന്നാലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലാറ്റിലത്തെ എല്ലാ കുട്ടികളും വരാറുണ്ട്. അപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോയതുകൊണ്ടാ തോന്നുന്നു കാര്യമായിട്ട് ആരെയും കാണാത്ത. അപ്പൊ അങ്ങനെ കുറച്ചായിട്ട് ആരെയും കാണാറില്ല. അപ്പോൾ ഒരു 5:30 ടൈമിലാണ് കേട്ടോ നമ്മൾ പോവുക. 5 മണി 5:30 ടൈമിലാണ് നമ്മൾ പോവുക. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു, അത് അവര് റിട്ടേൺ പോരും കേട്ടോ. അപ്പോൾ അവള് ലിഫ്റ്റിൽ അവിടേക്ക് വന്നപ്പോൾ അവള് വാശി പിടിക്കുകയാണ് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 6 മണിയാകുമ്പോൾ അവൾക്ക് വീണ്ടും ഫുഡ് കൊടുക്കും. അവള് വെയിറ്റ് കുറവാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് 5 നേരം സോളിഡ് ഫുഡും 2 നേരം ഫ്രൂട്ടും ആയിട്ട് കൊടുക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ പണി അവളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു പരിപാടി ഇപ്പൊ എനിക്കും, അതായത് എനിക്ക് കഴിക്കുന്നതല്ല കേട്ടോ, അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. കാരണം കഴിക്കില്ല, നമുക്ക് ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണിത്, തുമ്പിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അതായത് ഏട്ടനല്ല കേട്ടോ, എനിക്കും തുമ്പിക്കുട്ടിക്കും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അവൾക്ക് ഫുഡ് കഴിക്കാനും ഇഷ്ടമല്ല, എനിക്ക് അവൾക്ക് ഫുഡ് കൊടുക്കുന്നതും ഇഷ്ടമല്ല. ഫുഡ് കൊടുക്കില്ല എന്നല്ല പറഞ്ഞ്, കൊടുക്കുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും, അവള് കഴിക്കുകയില്ല. ഇപ്പൊ സാധാരണ ദോശയൊക്കെയാണ് ഈ ടൈമിൽ ഉണ്ടാക്കി കൊടുക്കല്. അന്ന് ഏട്ടന് ലീവ് ആയതുകൊണ്ട് കുറച്ച് എന്തോ സ്നാക്ക് ഉണ്ടാക്കി, അപ്പൊ അത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് തുമ്പിക്കുട്ടിയുടെ എന്താ പറയാ റുട്ടീനിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ അത്. അവൾ എവിടെയാണെങ്കിലും അവിടെ വിളക്ക് വെക്കുമ്പോൾ അവൾക്ക് വെക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് ഒന്നുകൂടി വിളക്ക് വെക്കേണ്ടി വരും. കാരണം അത് ഇടിപ്പിച്ച് വീണ്ടും അവൾ നമ്മളെ കൊണ്ട് ഒന്നും കൂടിയും പോണം എന്നാണ് വാശി പിടിക്കും. അത് അവള് കുറച്ച് എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ശീലമാണ് കേട്ടോ. അവളുടെ അച്ഛനും അച്ഛമ്മയും പഠിപ്പിച്ചു കൊടുത്തതാണ് വിളക്ക് വെക്കുമ്പോൾ. അപ്പം കുറച്ച് റിസ്ക് ആണെന്ന് അറിയാം, പക്ഷെ എന്നാലും അവൾ അങ്ങനെ അതിൽ പോയി പിടിക്കുകയോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അവൾക്ക് എപ്പോഴും ഇത് നിർബന്ധമാണ്, വിളക്ക് വെക്കുമ്പോൾ അവൾക്ക് വെക്കണം, അതായത് അവളെ നമ്മളെടുക്കണം. പിന്നെ ഞാൻ നാമം ചൊല്ലുമ്പോൾ അവൾ എന്റെ മടിയിൽ വന്നിരിക്കും. എഴുത്തിനിരുത്തുന്നത് വരെ അങ്ങനെ നാമം ചൊല്ലി കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നാമം ചൊല്ലി കൊടുക്കുകയല്ല കേട്ടോ, ഞാൻ നാമം ചൊല്ലുമ്പോൾ അവൾ എന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. അത് അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അവൾക്ക് നിർബന്ധമുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ വിളക്ക് വയ്ക്കുന്ന കാര്യം. അത് അവളെ കൂടി അല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല, അത് നിർബന്ധമാണ്. അപ്പം ഞാനെങ്കിൽ ഇത് കുഴപ്പമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അവളെ ഇപ്പൊ എടുക്കുന്നതിന് നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വിളക്ക് വെച്ച് നാമം ചൊല്ലി കേട്ടോ. പിന്നെ അവള് കുറച്ചു നേരം കളിക്കും, അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഭസ്മം ഇടുന്നത്, ഈ വിളക്ക് വെക്കുന്നത് പോലെ ഒരു കാര്യമാണ്. ഭസ്മം ഇട്ട് കൊടുക്കാൻ നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ അവളത് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ തുടങ്ങിയോ ഒക്കെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറഞ്ഞുതരാം, അത് പറഞ്ഞിട്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവളിപ്പോ ചോദിച്ചു വാങ്ങാൻ തുടങ്ങിയോ. അപ്പൊ അവൾ ഞാനിട്ടത് നോക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇട്ടെന്ന് മനസ്സിലായി, അപ്പൊ ഞാനിട്ടത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഫുഡ് കഴിക്കൽ. രാത്രിത്തെ നൈറ്റ് ഞാൻ അധികം ചോറ് തന്നെ കേട്ടോ അവൾക്ക് കൊടുക്കുക. 2 നേരം ഞാൻ ചോറ് കൊടുക്കും, അതായത് ഉച്ചയ്ക്കും രാത്രിക്കും. ഇടയിൽ ദോശയോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ചോറ് ഫോണ് കാണിച്ചു കൊടുത്ത്
കുളിപ്പിക്കാൻ പാടില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ ഇങ്ങനെ ഓരോരുത്തർ പ്രഗ്നന്റ് അല്ല കുട്ടികളെ ഇങ്ങനെ ഫോൺ കാണിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കരുതാറുണ്ടായിരുന്നു എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന്. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്തു പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം ഫോൺ കണ്ടിട്ടില്ലെങ്കിൽ അവള് കഴിക്കില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യം ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതായി തീരുന്ന ടൈമിൽ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ തന്നെ എല്ലാട്ടോ കുളിപ്പിക്കണേ. ഞാൻ നൈറ്റ് അവളെ കടത്തുന്നതിന്റെ മുമ്പ് ഒന്ന് മേലൊഴിച്ചു കൊടുക്കാറുണ്ട്. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ പാടില്ല എന്നറിയാം. പക്ഷെ അവൾക്ക് അല്ലെങ്കിൽ അവൾ ഉറങ്ങാൻ എന്തൊരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് കുളിപ്പിച്ച് ഞങ്ങളെ ഉറങ്ങാൻ റെഡിയായി ഗൈസ്. പക്ഷെ ഇപ്പൊ ഒന്നും ഉറങ്ങില്ല. 11 മണിയാവാതെ തുമ്പിക്കുട്ടി ഉറങ്ങില്ല. അപ്പം ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അവളെ ഉറക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. താങ്ക്